Good evening, sir. Yes, good evening. Good evening, sir. Good evening. Good evening, sir. Good evening, sir. Okay, good evening. Good evening, sir. Good evening. ആരംഭിച്ചാലോ? Let us start. Okay. Okay, that's you. Go here. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിപ്പോസിഷനെ കുറിച്ച്. ആ പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ടു, ഇൻ, ഔട്ട്, ഓൺ, അണ്ടർ എന്നൊക്കെ പറയുന്ന ഓരോ പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞു. ആ പ്രിപ്പോസിഷന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ പഠിച്ച പ്രിപ്പോസിഷനും അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ പല പ്രിപ്പോസിഷനും സന്ദർഭോചിതമായിട്ട് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈമില് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ കാര്യം പറയാം. ഇത് ആദ്യം കുറച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ അപ്പോ അറ്റ് ആണ് ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഒരു പ്രിപ്പോസിഷൻ. അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ മീനിങ് നേരെ എന്നാണെന്ന് പറഞ്ഞു. അറ്റ്, നേരെ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അതല്ലാതെയും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലെല്ലാത്തിനും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്കുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഓരോ പ്രിപ്പോസിഷനെ കുറിച്ച് കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്ന സംഗതിയാണ് അറ്റ് എന്ന് പറയുന്നത്. അറ്റ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് നോക്കിയപ്പോൾ നേരെ, അറ്റ് യു, നിങ്ങളുടെ നേരെ, അറ്റ് മീ, എന്റെ നേരെ, അറ്റ് ദ ഹൗസ്, വീടിന് നേരെ എന്നൊക്കെ പറയാൻ നമ്മൾ നോക്കിയതാണ്. പക്ഷെ ഈ അറ്റ് എന്ന് പറയുന്ന വേർഡ് ഇതൊരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ടു ഷോ ദ പോയിന്റ് ഓഫ് ടൈം. അതുപോലെ തന്നെ ഒരു ഫെസ്റ്റിവൽ സീസണോ അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പീരീഡോ അത് കാണിക്കാനും വേണ്ടിയിട്ടും ഈ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ടു ഷോ എ പോയിന്റ് ഓഫ് ടൈം ഓർ എ ഫെസ്റ്റിവൽ സീസൺ ഓർ എ പോയിന്റ് ഓഫ് ദ ഇയർ, ഏതെങ്കിലും ഒരു വർഷത്തിലെ ഒരു പ്രത്യേക സന്ദർഭം കാണിക്കാൻ വേണ്ടിയിട്ടും അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആരെങ്കിലും ഒരാള് അറ്റ് എന്നുള്ള ഇതിന് താഴെ എഴുതുന്നത് വായിച്ച്. Okay, sir. ഓക്കെ, അഭിജിത്ത് ജയൻ വായിക്കൂ. സാവകാശം വായിച്ചാൽ മതി. Read, sir. At. One. Used for a certain moment or point of time. കേട്ടെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സർട്ടൺ മൊമെന്റ്. മൊമെന്റ് മീൻസ് നിമിഷം. ഓർ എ പോയിന്റ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വായിക്കും. The meeting will start at 5 o'clock. കണ്ടാ, ഓക്കെ, 5 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കും. അതിന് തൊട്ട് മുന്നിൽ എന്ത് വന്നു? അറ്റ് വന്നു. കണ്ടാ, ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം. 5 മണി എന്ന് പറയുന്ന ഒരു സമയം, ആ സമയത്ത് മീറ്റിംഗ് ആരംഭിക്കുന്നു. ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് അറ്റ് 5 o'clock. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ വിൽ റിട്ടേൺ അറ്റ് 6 PM. കണ്ട, 6 മണിക്ക് ഞാൻ തിരിച്ചു വരും. ഐ വിൽ റിട്ടേൺ അറ്റ് 6 PM. അഭിജിത്തെ സ്വന്തമായിട്ടൊരു വാചകം പറഞ്ഞ്, അറ്റ് ഒരു സമയത്തിന് മുന്നിൽ വരുന്ന ഒരു വാചകം പറഞ്ഞ് തെറ്റിക്കാനും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. Okay, sir. I will come to you soon at
As soon as ഓക്കെ നോക്ക് ഒരു മിനിറ്റ്. അഭിജിത്ത് എത്ര മണിക്ക് എഴുന്നേറ്റ് രാവിലെ? sometimes 4 o'clock. ഓക്കെ, 4 o'clock എഴുന്നേൽക്കൂ. വെരി ഗുഡ്. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ മതി. Okay. I will wake up at 4 o'clock. 4 o'clock ഉണ്ട്. ഐ വിൽ വേക്ക് അപ്പ് 4 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോ എത്ര മണിക്കാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ സമയം വെച്ച് പറയാം? അറ്റ് 9 o'clock in the morning. Okay. I will doing at my breakfast at 7:30 a.m. 7:30 ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറ്റ് എന്ന് പറയുന്ന വേർഡ് സമയത്തിന്റെ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ എഴുതിയാൽ ബാക്കി ഒന്ന് വായിച്ചേ. Similarly, at down, at noon, രാവിലെ ആവാം. at noon, ഉച്ചയ്ക്ക്. At sunset, വൈകിട്ട്. At dusk, ബഞ്ചിൽ. At night, രാത്രിയിൽ. At midnight, അർദ്ധരാത്രി. At the end of the book, ബുക്കിന്റെ ലാസ്റ്റ്. At the beginning of the meeting, മീറ്റിംഗിന്റെ ആരംഭം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമ്മൾ പറയുന്നുണ്ട് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ എ പോയിന്റ് ഓഫ് ടൈം. സമയത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫെസ്റ്റിവൽസ് ദാറ്റ് മാർക്ക് എ പോയിന്റ് ഇൻ ദ ഇയർ. ഒരു വർഷത്തില് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഫെസ്റ്റിവലിന്റെ കൂടെയും എന്താ ഉപയോഗിക്കുന്നത്? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. നോക്കിയേ, വി വിൽ കം ടു യുവർ ഹൗസ് അറ്റ് ഈസ്റ്റർ. ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് അടുത്തതല്ല ഈസ്റ്ററിന് വരും. കേട്ടോ, ഈസ്റ്റർ ഈസ് എ ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവലിന്റെ മുന്നിൽ എന്ത് അറ്റ് ഈസ്റ്റർ എന്ന് എഴുതി. ഓക്കെ, അഭിജിത്ത് ഞാൻ ബാക്കി വായിച്ചു. Similarly, at Christmas, at the New Year, at Ramzan, at Vishu. ഓക്കെ, അത് വെച്ചിട്ട് ഒരു വാചകം പറഞ്ഞേ സ്വന്തമായിട്ട്. We will, ഇത് തന്നെ പറഞ്ഞാൽ മതിയോ സർ? We will come to your home. വേണ്ട, വേറെ. ഓക്കെ. അറ്റ് ന്യൂ ഇയറോ അറ്റ് റംസാനോ അറ്റ് വിഷോ അറ്റ് ഓണമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കും. Okay, we will come to your house at the New Year. At the New Year. Okay. We will come to your house at the New Year. Okay. ശരിയാണ്. ഓക്കെ. കറക്റ്റ്. യെസ്. ഓക്കെ. അപ്പൊ അറ്റ്. ഓക്കെ. ശരി അഭിജിത്ത്. അപ്പൊ അറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ പോയിന്റ് ഓഫ് ടൈം. At the same time, it is also used for a festival to denote a festival. Okay, Yashmi R. Priya Rajesh. ഞാൻ ഇത് കണ്ട് പേരന്റ് വിളിക്കണേ. ഓക്കെ. ഇങ്ങോട്ട് നോക്കട്ടോ. ഈ അടുത്ത് നമ്മൾ അറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓൺ എന്ന് പറയുന്ന ഓക്കെ ലൈനുണ്ടായാൽ മതി. ഓക്കെ വിളിക്കാം. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേൽ, മുകളിൽ, ഓൺ യു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൂടാതെയും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന രണ്ട് സന്ദർഭങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ്ഡ് എ സ്പെസിഫിക് ഡേറ്റ് ആൻഡ് ടൈം. ഒരു പ്രത്യേക ഡേറ്റോ ഒരു പ്രത്യേക ഡേയോ ദിവസമോ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയുന്നു? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. സാറ്റർഡേ ആണെങ്കിൽ ഓൺ സാറ്റർഡേ എന്ന് പറയും. 15-ാം തീയതി
അപ്പൊ ഓൺ 15 കണ്ടോ, ഡേറ്റ് ആവാം ഓർ ഇറ്റ് മേ ബി എ ഡേ. അവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അതുമല്ല എങ്കിൽ എ പാർട്ട് ഓഫ് ദ ഡേ, ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, എ പാർട്ട് ഓഫ് ദ ഡേ, അത് സൂചിപ്പിക്കുന്ന സമയങ്ങളിലും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് ഡേ ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് ഡേറ്റ്. ഡേറ്റോ ഡേയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ പറയുകയാണ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ എ പർട്ടിക്കുലർ ഡേ, എ സ്പെസിഫിക് പാർട്ട് ഓഫ് ദ ഡേ. ഓക്കെ, പ്രിയ വായിച്ചോളൂ. ഓൺ എന്ന് എഴുതിയേക്കണം, വായിച്ചോളൂ. On used for a specific day and date. അല്ല, സ്പെസിഫിക് ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഡേറ്റ്. അതിന് എക്സാമ്പിൾ She will come back on Monday. കണ്ട മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെ പറയുമ്പോൾ ദിവസങ്ങൾ പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിൽ എപ്പോഴും ഉപയോഗിക്കണം? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഷീ വിൽ കം ബാക്ക് ഓൺ മൺഡേ. ഇനി സ്വന്തമായിട്ടാണ് പറഞ്ഞ പ്രിയ. I will come. I will come there on Tuesday. I will come there on Tuesday. അല്ലെങ്കിൽ I will come on Tuesday. ഓക്കെ കൊള്ളാം. അടുത്തത് വായിച്ചേ. India became independent on 15th August 1947. 47. നോക്കിയേ, ഇന്ത്യ became independent. ഇന്ത്യ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം കിട്ടി. ഓൺ 15th അല്ല, ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഡേറ്റിന് മുന്നിൽ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ എന്താണ്? ഓൺ. ഓൺ 15th August 1945. 1947 ഓഗസ്റ്റ് 15 ഡേറ്റ് പറയുമ്പോഴും ഡേ പറയുമ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ ദിവസവും പറയണം. ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡേ എടുത്ത് പറയണം. അതിന്റെ തൊട്ട് മുന്നിലുള്ള വാചകത്തില് ഷീ വിൽ കം ഓൺ സൺഡേ, എല്ലാ ദിവസവും ഓൺ സൺഡേ, സൺഡേ, മൺഡേ എന്ന് പറയുന്ന ദിവസം മാത്രം എടുത്തു പറയുകയാണ്. അതൊരു സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റോ സ്പെസിഫിക് ആയിട്ടൊരു ഡേയോ എടുത്തു പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഓക്കെ, ആ രണ്ടാമത് പറഞ്ഞ വാചകല്ലേ, ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡന്റ് ഓൺ 15th August 1947. അതുപോലത്തെ ഒരു വാചകം പറഞ്ഞു പ്രിയ. സ്വന്തമായിട്ട് പറയാൻ എളുപ്പമുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. പ്രിയ ജനിച്ച വർഷം വേണമെങ്കിൽ മാറ്റി പറഞ്ഞു, ഡേറ്റും മാസവും പറഞ്ഞ കറക്റ്റ് ആയില്ലേ? ഐ വാസ് ബോൺ എന്ന് പറഞ്ഞിട്ട് I was born on 14th August 1982. ഓക്കെ. അല്ലെങ്കിൽ ഐ ജോയിൻഡ് ദ കോളേജ് ഓൺ, നമ്മൾ കോളേജിൽ ചേർന്ന ദിവസം, നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് പറയുന്ന തൊട്ട് മുന്നിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു, ഡേ ആണെങ്കിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത എന്റെ താഴെയുള്ളത് വായിച്ചു. We have decided to visit Malampuzha on New Year's Day. ന്യൂ ഇയർ ദിവസം. അപ്പൊ എന്താണ് ഞാൻ സ്പെസിഫിക് ഡേറ്റ് ഓർ ഡേ. ഓക്കെ, അതിന്റെ താഴെയുള്ളത് used for a specific part of any such day. പറയും. Let's see in the park on Saturday. ഡേ, ഡേറ്റ് തൊട്ട് മുന്നിൽ, അതുപോലെ അടിയിൽ വായിക്കുക. Similarly, on the night of January 25th, on Onam. Okay. On the night of the, it is a part of the day. January 25 രാത്രി. On the night of January 25. പിന്നെ അടുത്തത് on Onam morning. ഓണം മോർണിംഗ്. ഓണം എന്ന് പറയുന്ന ഫെസ്റ്റിവലിന്റെ രാവിലെ, മോർണിംഗ്. On Christmas Eve. On the Christmas Eve. അപ്പൊ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിട്ടാൽ മതി. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് ഡേറ്റ്, സ്പെസിഫിക് ഡേ, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ the specific part of the day.
specific part of the day. അടുത്തൊരാൾ സറീന. സരിത സുരേന്ദ്രൻ. അനശ്വര ബോബി. ഞാനിങ്ങനെ വെറുതെ വിളിക്കാന്ന് മാത്രമേ ഉള്ളല്ലേ. അശ്വതി ബാബുരാജ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അശ്വതി ബാബുരാജ് ഓക്കെ, റെഡി ആയിട്ട് നിന്നാൽ മതി. അപ്പൊ നമ്മൾ ഓൺ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് പറയുന്നു. ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതിൽ ഉള്ളിൽ, അകത്ത് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി. ഇൻ യു നിങ്ങളിൽ, ഇൻ മീ എന്നിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചു. അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഒരു പീരീഡ് ഓഫ് ടൈം. അപ്പൊ നമ്മൾ ജനിച്ചൊരു വർഷം പറയാണ്. അപ്പൊ ജനിച്ചത് 2008 അപ്പൊ ഇൻ 2008 ഉണ്ടാവും, ഒരു കറക്റ്റ് പീരീഡ്. ഇനി അതിനോടൊപ്പം തന്നെ ദി ലെങ്ത് ഓഫ് ടൈം, സമയത്തിന്റെ ഒരു ദൈർഘ്യം. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചില ആളുകളോട് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പറയും, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാൻ പറയും. അങ്ങനെയൊക്കെ പറയുന്ന ആ ലെങ്ത് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന സമയത്തും ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഓക്കെ, ഞാൻ ഇതിനെ കുറിച്ച് പറയാം. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് രണ്ടെണ്ണം പറഞ്ഞത്? ഒന്ന്, ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ദ ലെങ്ത് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സമയത്തിന്റെ ദൈർഘ്യം. ഓക്കെ, അശ്വതി അല്ല അനശ്വര ഗോപിയാണ്. ആരാണ്? അശ്വതി അല്ലേ? ഓക്കെ, അശ്വതി ആ ഇൻ എന്നുള്ളതിന്റെ അടിയിൽ എഴുതിയേക്കണ വായിച്ച്. Used before words that denote a period of time. It is used to denote a period of time. ഒരു നിശ്ചിത പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്റെ താഴെ വായിക്കും. Our factory started functioning in 1996. നോക്കാം, ഞങ്ങളുടെ ഫാക്ടറി ഫങ്ഷൻ ചെയ്യാൻ ആരംഭിച്ചത് 1996 ആ പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ഉപയോഗിച്ചു? ഇൻ 1996. ഇൻ 1996. അശ്വതി ഒരു സെന്റൻസ് ഇൻ കഴിഞ്ഞിട്ട് വർഷം വരുന്ന ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു. Our school started in 1996. ഓക്കെ, അത് 1996 തന്നെ പറയണമെന്നില്ല, വേറെ എന്തെങ്കിലും പറയാം കേട്ടോ. അവർ സ്കൂൾ സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഇൻ ദ ഇയർ, ഐ വാസ് ബോൺ ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വർഷം പറയാം. ഞാൻ ജനിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ ഐ ഗേവ് ബർത്ത് ടു മൈ ഫസ്റ്റ് ചൈൽഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വർഷം പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അതുപോലെ വൈകും. Similarly, in summer, in winter, in May, in the morning, in the afternoon, in the evening, in the daytime. ഓക്കെ, അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ആ പ്രിപ്പോസിഷൻ എഴുതേണ്ട സ്ഥലത്തൊരു ഡാഷ് ഉണ്ടാവും. അടിയിൽ ഒരു 3 പ്രിപ്പോസിഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏത് പ്രിപ്പോസിഷൻ ആണ് അവിടെ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് ചേർക്കാന്നുള്ളതാണ്. ഒരു നോട്ട് പുറകിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെടുത്ത് കഴിയുമ്പോൾ ഒരു 3 പാഠത്തിനോട് ഒരുമിച്ചുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്തുണ്ട്. അത് ഒന്ന് നോക്കിയാൽ മതി. യെസ്, അപ്പൊ ഞാൻ പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി അതിന് താഴെ ഒന്ന് വായിച്ച്. Our factory started functioning in 1996. അതല്ലടാ, അതിന് താഴെ 2 എഴുതിയേക്കണം. Used to show the total length of time needed to complete some activity. നോക്കാം, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ലെങ്ത് ഓഫ് ടൈം, സമയത്തിന്റെ ദൈർഘ്യം. ദ ടോട്ടൽ ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലെങ്ത് ഓഫ് ടൈം, എത്ര സമയം എന്നുള്ളത്. അതിന്റെ അടിയിൽ വാചകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് വായിച്ച്. Can you complete the work in 1 week? അർത്ഥം എന്താണ്? നിനക്ക് ആ ജോലി ഒരാഴ്ചക്കുള്ളിൽ, ഇൻ 1 week, ഒരാഴ്ചക്കുണ്ട്. ലെങ്ത് ഓഫ് ടൈം ആണ് പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കാമോ? ക്യാൻ യു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 week? ഒരാഴ്ചക്കുള്ളിൽ. അപ്പൊ
ലെങ്ത് ഓഫ് ടൈം സൂചിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. അപ്പോ അതേപോലെ ലെങ്ത് ഓഫ് ടൈം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് പറഞ്ഞു അശ്വതി. Your study complete in 1 year. ഓക്കെ, യുവർ സ്റ്റഡി. അത് നമുക്ക് ചോദ്യം ഒന്നുകൂടി നമുക്ക് ഒന്ന് ഭംഗിയാക്കാവുന്നത്. അപ്പോ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയണം വൈകുന്നേരത്തിനുള്ള ഹോംവർക്ക് വേണ്ട, 2 ദിവസത്തിനുള്ള ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് എങ്ങനെ പറയും? യു ഷുഡ് കംപ്ലീറ്റ്. ബാലൻസ് പറ. You should complete work in 1 week. In 1 week, അല്ലെങ്കിൽ in 2 days, അല്ലെങ്കിൽ you should complete the assignment in 1 week. You should complete the assignment in 2 days. 2 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പൂർത്തിയാക്കണം. ഓക്കെ, അപ്പോൾ in എന്ന് പറയുന്ന preposition, it is used to show a point of time. At the same time, it is also used to show a length of time. Okay, അടുത്തത് അനശ്വര. ജെസ്സി ജോസ്. പ്രദീപ് കൃഷ്ണൻ. Yes, sir. യെസ്, വെരി ഗുഡ്. ഓക്കെ, ആ ഡൂറിംഗ് എന്നുള്ളത് വായിച്ച്. Used to express the idea that an occurrence, a continuous or a situation persists throughout the whole of a specified period. Used to mean in the course of the house was told during the night. ഓക്കെ ഓക്കെ, നോക്ക്. അപ്പൊ ഈ ഡൂറിംഗ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നമ്മൾ നേരത്തെ എഴുതിയതാണ്. ആ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക്, അത് അതിന്റെ ഇടയ്ക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനാണ്, അതിന്റെ ഇടയ്ക്ക് നടക്കുന്നതിനാണ് ആ ഇടയ്ക്ക് എന്നുള്ള അർത്ഥം വരുന്ന, ഇടയിൽ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഡൂറിംഗ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, I checked, HECK, I checked the note during the meeting. I checked the note during the meeting. മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? നോട്ട് ചെക്ക് ചെയ്തു. അതിനകത്ത് നമുക്ക് പറയാം I saw him during the celebration. ആ സെലിബ്രേഷന്റെ ഇടയ്ക്ക് I saw him, ഞാൻ അവനെ കണ്ടു. അതുപോലെ ഒരെണ്ണം പറഞ്ഞ് ജെസ്സി ജോസ് ഒരു സെന്റൻസ് പറഞ്ഞ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദ ഹൗസ് വാസ് ടോൾഡ്. വീട് മറ്റേ കൊള്ള ചെയ്യപ്പെട്ടു. ഡൂറിങ് ദ നൈറ്റ്, രാത്രിയുടെ ഇടയ്ക്കാണ് വീട് കൊള്ള ചെയ്യപ്പെട്ടത്. അത് തന്നെ പറയണമെന്നില്ല, വേറെ എന്തെങ്കിലും ഇടയ്ക്ക് എന്നർത്ഥം തന്നെ. പറഞ്ഞോ. Used to express അല്ല എന്താ പറയണ്ടേ? Used to express idea that an occurrence continues for a situation persisted throughout. ഒരു മിനിറ്റ് സജന, ഈ ജെസ്സിക്ക് ഞാൻ ചാൻസ് കൊടുത്താണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് അവിടെ വരാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. ജെസ്സി ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഡൂറിംഗ് എന്ന് വരാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ. ജെസ്സി പോയാ? വെരി ഗുഡ്. ഒരാൾ എഴുതിയിട്ടുണ്ട് ദ ചിൽഡ്രൻ വെർ സ്ലീപ്പിംഗ് ഡ്യൂറിംഗ് ദ മൂവി. ഓക്കെ 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 ഓക്കെ. ജെസ്സി പോയില്ലേ? സജന, അപ്പൊ ഡ്യൂറിംഗ് വരാവുന്ന എക്സാമ്പിൾ പറയാം. ഡ്യൂറിംഗ് ഉപയോഗിക്കാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. During the period
It's very short time. During the period? It is very short time. അല്ലല്ല, ഞാൻ ഉറങ്ങി എപ്പോഴ് ആ പീരീഡിനിടയ്ക്ക് അത് പറഞ്ഞാൽ മതി. അപ്പൊ ശരിയായി. ശ്രുതി കുഴപ്പമില്ല. I sleep. ഉറങ്ങിയത്. അപ്പൊ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് പറഞ്ഞു. സ്ലെപ്റ്റ്. I slept during the 7 o'clock. During the എന്തെങ്കിലും പ്രോഗ്രാം വേണം. ഡ്യൂറിംഗ് ദ മീറ്റിംഗ്, ഡ്യൂറിംഗ് ദ ക്ലാസ്, അല്ലെങ്കിൽ during the marriage function. മാരേജ് ഫംഗ്ഷൻ. ഓക്കെ, ഐ സ്ലെപ്റ്റ്. അപ്പൊ ഇപ്പൊ പത്രം വായിക്കാറുണ്ടോ? പത്രം വായിക്കാറില്ല. ഞാൻ മറ്റേ ഇംഗ്ലീഷ് BA ഗ്രാജുവേറ്റ് ആണ്, ഇംഗ്ലീഷ് ആണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഷീ വർക്ക്ഡ് ഡ്യൂറിംഗ് ദിസ് ടൈം. ഓക്കെ റുബിയ ഈ സമയത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു അല്ലെ? ചിലപ്പോൾ പച്ചക്കറി അരിയുന്നുണ്ടാവും. ഡ്യൂറിംഗ് ദ ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ കുക്ക് ചെയ്യണത്, ഇതൊക്കെ റെഡിയാകും. ഓക്കെ ഓക്കെ. അപ്പൊ ഡ്യൂറിംഗ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇടയ്ക്ക്, ഇടയിൽ. ഓക്കെ. ഇനി ഐ സ്റ്റഡിഡ് ഫോർ മൈ എക്സാമിനേഷൻ ഡ്യൂറിംഗ് ദ ബ്രേക്ക്. ഓക്കെ ശ്രുതി? ഓക്കെ 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 ഓക്കെ. ഇനി സജന ആ ബൈ ഒന്ന് വായിക്കും. BY, ബൈ എന്നുള്ളത് വായിക്കും. ബൈ സെന്റൻസ് ബിഫോർ ഡേ. സാറ് ഞാനൊരു സന്തോഷ വാർത്തയുണ്ടായി. മറ്റേ ഈ അങ്കമാലി ടീച്ചറായിട്ട് മറ്റേ കാർഡ് വന്നായിരുന്നു. അപ്പൊ അതിന്റെ സന്തോഷത്തിലെല്ലാം കാണാൻ പറ്റുള്ളണ്ടായി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, എവിടെയാണ് നിയമനം വന്നിരിക്കുന്നത്? ഇന്റർവ്യൂ കാർഡ് ഇപ്പൊ ഇവിടെ അങ്കമാടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇച്ചിരി മുമ്പ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അപ്പൊ നാളെ പോയി എടുത്തിട്ട് ഇന്റർവ്യൂയുടെ ടൈം നോക്കി പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. നല്ല ഒരു കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പാട്ട്, അത് ഭംഗിയായിട്ട് പഠിച്ചേക്ക്. പറയും, ചോദിക്കുമ്പോൾ പറയാനായിട്ട് ഒരു നല്ലൊരു പാട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഒരു കഥ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാർ അപ്പൊ കൊറേ നാള് ബ്രേക്ക് ആയി. ഇങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടിയില്ല. മറ്റേ കേറ്റിട്ട് എഴുതിയിട്ട് പാസ്സായില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ വെയിറ്റിംഗിൽ നിൽക്കുവായിരുന്നു. അത് കുഴപ്പമില്ല. ഓക്കെ 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 സജന, അപ്പൊ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. പേടിക്കണ്ട, ഡോണ്ട് വറി, ബി ഹാപ്പി. എനിക്ക് സാറേ ഇതില് കിട്ടിയപ്പോ ഇതിനായിട്ട് എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന, ഇതിലുള്ള മെമ്പേഴ്സിനും സാറുമാർക്കും ഒക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തും. കാരണം ഇതില് വന്നേ പിന്നെ എനിക്ക് ഈ ഫസ്റ്റ് ജോയിനിങ് ലെറ്റർ വന്നത് തന്നെ. ഓക്കെ 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 ഓക്കെ. അത് കുഴപ്പമില്ല. കാരണം വെച്ചാലേ ഒരെണ്ണം വന്നു കഴിഞ്ഞാല് പുറകെ 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പൊ ഞാൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ എനിക്ക് 4 ജോലിയുടെ അപ്പോയിന്റ്മെന്റോട്ട് വന്നിട്ടുണ്ട് എന്റെ ചെറുപ്പകാലത്ത്. അപ്പോ ഒരെണ്ണത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരെണ്ണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പുറകെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിടിക്കണ്ട. അപ്പൊ ഓക്കെ, ഇതിനെ പറ്റി ഇനിയും വരാനുണ്ട്. അപ്പൊ ഓക്കെ, സജനക്ക് ഈ ഇവിടെ ഇപ്പോൾ നിലവിൽ കാണുന്ന 51 പേരുടെയും പേരില്, പിന്നെ എന്റെയും പേരില് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പോയി വിജയിച്ചു വരിക. വിഷ് യു. എല്ലാരും എന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താണ്. ഓക്കെ 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 ഓക്കെ, അതൊക്കെ ഉണ്ടാവും. ഡോണ്ട് ബി ഹാപ്പി. ഓക്കെ, യെസ്. അപ്പൊ അതിനൊരു ത്രില്ലിലാണ്. അപ്പൊ നമുക്ക് അമിതമായിട്ട് സന്തോഷം വന്ന് നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല. ടച്ച് ഞാനും നോക്കാൻ പറ്റണ സന്തോഷം കൊണ്ടാന്നുള്ള മനസ്സ് പറഞ്ഞാൽ വെച്ചാൽ ഇത്ര നാളും കഠിനാധ്വാനം ഇത് പരിശ്രമിച്ച് ഒന്നും ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അശ്വതി മിസ്സിന്റെ അടുത്ത് പറഞ്ഞ്, പഠിക്കാതെ ഒരു ഇത്രയും പഠിച്ച് ഇതായിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരിക്കലും കിട്ടിയില്ല. അപ്പൊ വരുമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സ്ത്രീകൾക്ക് ഒരു വരുമാനം അത്യാവശ്യമാണ്, എന്നും ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ മിസ്സിനോട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ക്ലാസ്സില്. അപ്പൊ ഇങ്ങനെ ഓക്കെ ഓക്കെ, അതായതെങ്കിലും അത് ശരിയാണ്. കാരണം വി ഷുഡ് ഹാവ് അവർ ഓൺ ഇൻകം. നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട്, അപ്പൊ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും പല കാര്യങ്ങൾക്കും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വലിയൊരു ഫാക്ടറാണത്.
താങ്കൾ പറഞ്ഞ പോലെ എപ്പോഴും ഭർത്താവിനെ ആശ്രയിക്കുക എന്ന് ഭർത്താവ് ചിലപ്പോൾ ചോദിച്ചാൽ തരുമായിരിക്കും. അപ്പൊ അതുകൊണ്ടല്ല, എന്നാലും ഒരു ചെറിയൊരു വരുമാനം നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയൊന്നുമില്ല. പക്ഷെ നമ്മള് ചെറുപ്പം മുതൽ നമ്മളെ പേരൻസ് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ. എന്നിട്ട് ഒന്നും എത്തിയില്ല. ഞങ്ങള് 3 കുട്ടികളാവും, 3 പേരും പഠിപ്പിച്ച ഒരു പൊസിഷനിൽ എത്തിയില്ല. അപ്പൊ അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 1.5 വർഷം ഇവിടെ അടുത്ത് തന്നെ ഹസ്ബൻഡ് വീടിന്റെ അടുത്ത് 2 സ്കൂളിൽ ജോയിൻ ചെയ്യാൻ അവർ അവസരം തന്നായിരുന്നു. പിന്നെ 2 സ്കൂളിൽ മാറി മാറി 1.5 വർഷത്തോളം ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ പുതിയ LPS UPS ഒക്കെ വന്നപ്പോ നമ്മളെ പുറത്താക്കി. അപ്പൊ പിന്നെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പേരൻസിന് ഭയങ്കര സങ്കടമായിരുന്നു. ഒന്നിനും പഠിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് 3 പേര് എത്തിയില്ലാന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് സങ്കടമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ ഞങ്ങള് 3 പേരെ. Okay, don't worry. You will get the reward. Don't worry. Be happy. Thank you very much. Okay. അപ്പോ നമ്മള് അടുത്തൊരാളെ വിളിക്കാണ്. ഞാൻ ആരുടെ പേര് പറയുന്നു. ഒരാൾ വന്ന്, വേറൊരാൾ വന്ന് വായിക്കാനായിട്ട്. അടുത്തൊരാള് ഞാൻ വായിക്കാം. ജയശ്രീ. ഓക്കെ ജയശ്രീ, ഞാൻ പറയാട്ടോ. ഓക്കെ, ബി റെഡി. അപ്പൊ നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രിപ്പോസിഷനാണ് ബൈ. BY ബൈ. അപ്പൊ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ഡേ, ഏറ്റവും അവസാനത്തെ സമയം കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എങ്ങനെയുള്ള കാര്യം നമുക്ക് ആ സെന്റൻസിൽ നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ ബിഫോർ ഡേയോ നൈറ്റോ അങ്ങനെയുള്ള സമയം പറയുമ്പോഴും നമുക്ക് ഈ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചാൽ ബൈയുടെ അടിയിലുള്ളത്. Used to donate the latest time by which something is to be done. ഡൊണേറ്റ് അല്ല, ഡിനോട്ട് എന്നാണ് മിസ്റ്റേക്ക് കേട്ടോ. It is used to denote the latest time by which something is to be done. എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്തു തീർക്കാനായിട്ടുള്ള അവസാന സമയം നമ്മൾ കൊടുക്കില്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയ സമയം കൊടുക്കുക. അവിടെ നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിച്ച് അടിയിലേക്ക് വാചകം ഒന്ന് വായിച്ച്. You should complete the work by next Monday, not later than Monday. You should complete the work by next Monday. അടുത്ത മൺഡേ, അതിന് മുമ്പ് ബൈ ചേർത്ത്, അടുത്ത മൺഡേക്കുള്ളിൽ എന്ത് ചെയ്യണം? വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. നോട്ട് ലേറ്റർ, മൺഡേ കഴിഞ്ഞ് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം വെച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ബൈ ആണ്. ഇനി അതുപോലത്തുള്ള വേറെ എക്സാമ്പിൾ ജയശ്രീ പറഞ്ഞ് സ്വന്തമായിട്ട്. You have to be here by Saturday. Okay, you have to be here Saturday. സാറ്റർഡേ എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നിങ്ങളിവിടെ ഉണ്ടാവണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സെന്റൻസ് ആണ്, വെരി ഗുഡ്. അതിന്റെ അടിയിൽ അടുത്ത് വായിച്ച്. You must be home by 9 o'clock, not later than 9. Not later than 9. 9 വിട്ട് പോകരുത്. You must be home by 9 o'clock. അടുത്തത്. Used before day and night with the same meaning as during. ഡ്യൂറിങ് എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ നമ്മളിവിടെ ഈ സംഗതി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? People traveling at night should keep a flashlight with them. At night. നൈറ്റ് എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മളൊന്ന് ഉപയോഗിക്കും, അറ്റ് നൈറ്റ്. ഓക്കെ, നമ്മൾ ബൈ അല്ലേ പറഞ്ഞു? ബൈ അല്ലേ ഇവിടെ ഈ സെന്റൻസിൽ അത് വന്നിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ 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 നോക്കി. അത് അറ്റെന്നുള്ളത് മിസ്റ്റേക്കാണ്. അറ്റ് അത് കറക്റ്റ് ചെയ്ത കോപ്പിയല്ല അത് കിടക്കുന്നത്. ആ അറ്റെന്നുള്ളത് മാറിയിട്ട് അവിടെ ബൈ എന്നാണ് കേട്ടോ. കറക്റ്റ് ചെയ്ത കോപ്പി വേറെയാണ്. അപ്പൊ അത് ബൈ എന്നാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. People traveling by night should keep a flashlight with them. Okay, ബൈ ആണ്, അറ്റല്ല ബൈ ആണ്. യെസ്, ഓക്കെ. ഇനി അടുത്തൊരാൾ വന്നേ. നെക്സ്റ്റ് ആരെങ്കിലും ഒരാള്? Yes, sir. ഓക്കെ.
സുജാത. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ മീനിങ് നമ്മൾ നേരത്തെ വേണ്ടി ഇതൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഫോർ എന്ന് പറയുന്ന വേർഡിന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ബിക്കോസ് എന്നർത്ഥം വരാറുണ്ട്. ഇവിടെ നമ്മൾ ഫോറിനെ കുറിച്ച് പറയുന്നത് ഫോർ ഈസ് യൂസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അപ്പോൾ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവും, അതിന്റെ എൻഡ് ഉണ്ടാവും. പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇനി അതൊന്ന് വായിച്ചേ. Used to show the lapse of time during which an action takes place or a state of affairs persists. ഏതെങ്കിലും ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ ഇടയിൽ താഴെ എക്സാമ്പിൾ വായിച്ചേ. We have been living in this house for 6 years. We have been living in this house for 6 years. കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ എവിടെ താമസിക്കുന്നു? ഇവിടെയാണ് താമസിക്കുന്നത്. ഇറ്റ് റെയിൻഡ് കണ്ടിന്യൂസ്ലി ഫോർ 3 hours. Last day. കഴിഞ്ഞ ദിവസം രാത്രി 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ. അപ്പൊ അത് പീരീഡ് ഓഫ് ടൈം ആണ്. 6 years, 6 വർഷം, ദാറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം ആണ്. അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ പീരീഡ് ഓഫ് ടൈം വരാവുന്ന വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. I have been a housewife for the past 20 years. യെസ്, ഓക്കെ. നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഇംഗ്ലീഷ് ക്ലാസ് 1 മണിക്കൂറായി ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been attending the English class for last 1 hour. ഓക്കെ. കേട്ടോ, അപ്പൊ അതുപോലെ നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനായിട്ട് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കും. പീരീഡ് ഓഫ് ടൈം. ഇറ്റ് റെയിൻഡ് ഫോർ 3 hours. 3 മണിക്കൂർ മഴ പെയ്തു. യെസ്. ഇനി അതിന്റെ ഒപ്പം തന്നെ വരുന്ന വേറൊരു വേർഡാണ് സിൻസ് എന്ന് പറയുന്ന വേർഡ്. സിൻസ് എപ്പോഴും ഉപയോഗിക്കുന്നത് ടു ഷോ എ ഫോർ പറഞ്ഞപ്പോൾ നമ്മൾ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു. സിൻസ് പറയുമ്പോൾ ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. കറക്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ട് അവിടെ മുതൽ ഇങ്ങോട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. സിൻസ് മുതൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ പലിശ മുതൽ എന്നുള്ള രീതിയിലല്ല, ഒരു ടൈം പറഞ്ഞിട്ട് അവിടെ മുതൽ. ഓക്കെ, അടുത്തൊരാള്. ഇതൊരാളുവാ. പോരു അഭിജിത് ജയൻ. ഓക്കെ, വെരി ഗുഡ്. പറയൂ അഭിജിത്ത്, പറഞ്ഞോളൂ. Sir. Used in the perfect tenses to show the exact point of or period of time in the past when something started. അതായത് നേരത്തെ ആരംഭിച്ചൊരു കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോഴാണ് പ്രധാനമായിട്ട് ഈ സംഗതി ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. യെസ്. ഇപ്പോ അഭിജിത്തിന്റെ നാട് എവിടെയാ? ആലുവ, എറണാകുളം അല്ലേ? ആലുവ. ഓക്കെ. ആലുവ, എറണാകുളം. ഓക്കെ. എത്ര നാളായി ആലുവയിൽ താമസിക്കുന്നു? Living in the since 40 years. 40. ഓക്കെ. അപ്പൊ 40 വർഷം എന്ന് പറയുമ്പോ 2024 അപ്പൊ 44 വർഷത്താക്കേണ്ട ഞാനിപ്പോ കണക്ക് എളുപ്പമാകാൻ വേണ്ടിട്ട്. അപ്പോ 1980 മുതൽ അല്ലേ? 81.
ഓക്കെ, 1980 മുതൽ. അപ്പൊ നമുക്ക് അതൊന്ന് പറഞ്ഞേ. 1980 മുതൽ ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും ആലുവയിലാണ്. നാളെയും ഞാൻ ആലുവയിൽ തന്നെ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ആ ടെൻസ് എന്നതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇവിടെ നോക്കി സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ I have been living 1981 to 2024. Okay. Since 1981 to 2024. Lived in Aluva. Okay. അഭിജിത ഒരു കാര്യം കൂടി, അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞാൽ മതി. അതിന്റെ അർത്ഥം അന്നു മുതൽ ഇപ്പോഴും അവിടെയാണ്. അശ്വതി, യെസ്, ഓക്കെ. അതിനകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നോക്കണം നമുക്കത്. ഓക്കെ, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫ്രഞ്ച് സിൻസ് ലാസ്റ്റ് ജാനുവരി എന്ന് വെച്ചാൽ ലാസ്റ്റ് ജാനുവരി മുതൽ എക്സാമിന് ടൈം പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം, ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്, നാളെ ഞാൻ പഠിക്കാൻ പോകും. അതുപോലെ വിജിത്തിന് പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ആൽവേ സിൻസ് 1980. അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. വെരി ഗുഡ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ് അതിന്റെ അർത്ഥം? നേരത്തെ അവർ ആരംഭിച്ചൊരു പ്രവൃത്തി ഇപ്പോഴും ഉണ്ട്, അത് ഭാവിയിലേക്ക് കണ്ടിന്യൂ ചെയ്തു. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ പ്രസന്റ് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞു കഴിഞ്ഞാല് ആ അർത്ഥം കിട്ടിക്കോളും. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ആൽവേ സിൻസ് 1981. Okay, whatever it may be, no problem. അതിന്റെ താഴെയുള്ള സെന്റൻസ് വായിച്ച്. I have not seen Sarah since she left college. സാറ എന്നാണോ കോളേജ് വിട്ടു പോയത് അന്നതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. നാളെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും ഇല്ല. ഐ ഹാവ് നോട്ട് സീൻ സാറ സിൻസ് ഷീ ലെഫ്റ്റ് ദ കോളേജ്. ഇനി അതിന്റെ ഇടയിലുള്ള ബിറ്റ്വീൻ വായിച്ച. Between used to show a period separating two times. രണ്ട് സമയങ്ങൾ പറഞ്ഞിട്ട് ആ സമയത്തിന്റെ ഇടയ്ക്കുള്ള സെപ്പറേറ്റിംഗ് ആയിട്ടുള്ള സമയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പറയുന്ന ഇവിടെ പറയുന്ന ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഇടയിൽ. ഓക്കെ. നമ്മളിപ്പോ സാധാരണ ഒരു മുഹൂർത്തം ഒക്കെ പറയുമ്പോൾ ഇംഗ്ലീഷാണ് ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നതെങ്കിൽ അതിന്റെ അകത്ത് പറയും ബിറ്റ്വീൻ 9 AM and 10 AM. 9 മണിക്കും 10 മണിക്കും ഇടയിൽ. അതിന്റെ അടിയിൽ എഴുതിയേക്കണ സെന്റൻസ് ഒന്ന് വായിച്ച്. Talikette will be performed between 9 AM and 10 AM. താലികെട്ട് വിൽ ബി പെർഫോംഡ് ബിറ്റ്വീൻ 9 AM and 10 AM. താലികെട്ട് നടക്കുന്നത് 9 മണിക്കും 10 മണിക്കും ഇടയിലാണ്. ബിറ്റ്വീൻ ഉണ്ടോ? ബിറ്റ്വീൻ 9 AM and 10 AM. ഞാനിപ്പോ ഒരു സംശയം ചോദിക്കണം. ദ സ്റ്റോർ ഈസ് ഓപ്പൺഡ് ബിറ്റ്വീൻ 9 AM to 5 PM. ഓക്കെ അശ്വതി. ഇവിടെ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ അശ്വതിയിൽ വന്നിട്ട് ഫാൾട്ട് ഞാൻ പറയാം. ഈ ആൻഡ് ഉപയോഗിക്കാവൂ, ടു ഉപയോഗിക്കരുത്. അതായത് ഈ സെന്റൻസ് ദ താലികെട്ട് വിൽ ബി പെർഫോംഡ് ബിറ്റ്വീൻ 9 AM to 10 AM എന്ന് എഴുതി കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്.
9 മണി മുതൽ 10 മണി വരെ താലികെട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് താലികെട്ട്. അപ്പോ ഈ ബിറ്റ്വീൻ 9 AM കഴിഞ്ഞിട്ട് 2 പറയരുത്. എന്ത് പറയണം? ആൻഡ് തന്നെ പറയണം. 9-നും എടാ എന്ന് പറയുന്ന വേർഡാണ് അതിന് വരുന്നത്. ഓക്കെ, 9-നും. 2 എന്ന് നമുക്ക് പറയാം. The store is opened from 9 to 5 PM. അശ്വതി അങ്ങനെ പറയാം. അപ്പൊ ബിറ്റ്വീൻ കളഞ്ഞിട്ട് അവിടെ ഒരു ഫ്രം ചേർക്കണം. ഫ്രം ചേർത്തിട്ട് ഫ്രം 9 AM to 5 PM അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ അതൊരു കാര്യം ഓർത്തിരിക്കുക. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിറ്റ്വീൻ കഴിഞ്ഞതിന് ശേഷം ഒരു സമയം പറഞ്ഞാൽ പിന്നീട് ആൻഡ് ഉപയോഗിക്കണം, ടു ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഇന്ന് നമ്മൾ നോക്കിയത്. പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ നോക്കിയത്. ഇനി ഇതിന്റെ കുറച്ചുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പ്രിപ്പോസിഷൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും അത് ബോറടി ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, അവിടെ വരെ നിൽക്കട്ടെ, ബിറ്റ്വീൻ വരെ നിൽക്കട്ടെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഓർമ്മയുണ്ടാവും. എന്തൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചെയ്യാനൊക്കെ പറഞ്ഞത്? അടുത്ത എന്ത് കാര്യം വരുന്നു? ലെറ്റർ ആയിരുന്നു അല്ലേ? സജനെ ഏൽപ്പിക്കുക ലീഡറായിട്ട്. കാരണം സജന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വരുമ്പോ തന്നെ പറയണം. ഞാൻ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറയണം. അപ്പൊ അത് സജനെ തന്നെ ഏൽപ്പിക്കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, വെരി ഗുഡ്. യു ആർ അപ്പോയിന്റഡ് ഫോർ ദാറ്റ്. ശരി, യെസ്, ഓക്കെ 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 ഓക്കെ. ആകെ ഒരു സന്തോഷം ഇങ്ങനെ കിട്ടിയതല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അത് വേറെ ഇതൊന്നുമില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ആസ്വദിച്ച് ചെയ്താൽ മതി. ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഹാപ്പിയാണ്. അതേപോലെ നമ്മൾ ആസ്വദിക്കാണ്ട് ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്, നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്. നമ്മളത് എൻജോയ് ചെയ്തിട്ട് ചെയ്യുക. അപ്പൊ ദെൻ വി വിൽ ഫീൽ ഹാപ്പി. ഓക്കെ, അപ്പൊ ഞാനിന്ന് വേറൊരു ആക്ടിവിറ്റി ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ 8:50 വരെ ആയതുകൊണ്ട് ഇനി 10 മിനിറ്റേ കിട്ടുള്ളൂ. അതിന്റെ അരമണിക്കൂറെങ്കിലും വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഓക്കെ, അപ്പൊ സജന, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? പിന്നെ ഞങ്ങൾ അശ്വതി മാമിന്റെ ക്ലാസ്സിൽ ഒരു ജോബ് ആപ്ലിക്കേഷന്റെ ഒരു ഫോർമാറ്റ് ചെയ്ത് ബയോഡേറ്റയും വെച്ച് ഞങ്ങൾ അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താണ്. എവിടെ? അശ്വതി മാം വന്നത് മറ്റേ ജോബ് വേക്കൻസിയുടെ പറഞ്ഞ വന്നത്. അത് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് അതിന്റെ ബയോഡേറ്റയും വെച്ചിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനത് ചോദ്യം മാറ്റുകയാണ്. നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. അതിപ്പോ ഒരു ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം? ഇതാണ്, യുവർ നെയിം. അപ്പൊ പറയും മൈ നെയിം ഈസ് സജന. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കും, പ്ലീസ് ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. സിജി പറഞ്ഞത് കറക്റ്റ് ആണ്. ടെൽ സംതിങ് അബൌട്ട് യുവർസെൽഫ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ സജന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരികയാണ്. ഇപ്പൊ സജന നിൽക്കുന്നത് മുറിക്ക് പുറത്താണ്. അപ്പോ അവിടെ നിന്ന് മുട്ടുന്ന ഇത് മുതല് ഇവിടെ വന്നിരുന്ന് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണത്. യു ഇമാജിൻ ദാറ്റ് യു ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ യുവർ റോൾ നമ്പർ. അപ്പൊ സജനയുടെ റോൾ നമ്പർ വിളിച്ചു. സജന വാതിലിൽ മുട്ടുന്നു. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ പറയും. സാർ ഒന്നുകൂടെ പറയൂ. അതിന്റെ അടുത്ത് പിള്ളേര് വർത്താനം പറഞ്ഞായിരുന്നു കയ്യിന്ന് പോയല്ലേ? യെസ്, ഓക്കെ. സജന ഇന്റർവ്യൂ നടത്തുന്ന റൂമിന്റെ പുറത്ത് നിൽക്കുകയാണ്. അടുത്ത നമ്പർ സജനയെ വിളിച്ചു. അപ്പൊ സജന ആ ഡോറിന്റെ അവിടെ നിന്ന് കയറി വരികയാണ്. അവിടെ മുതലുള്ള കാര്യങ്ങൾ പറയും. അറിയാനാണോ? ആദ്യം അവരെ വിഷ് ചെയ്യും. ഗുഡ് മോർണിംഗ് അതെ, പറയണ്ട, പറഞ്ഞോ. ഗുഡ് മോർണിംഗ് എവരിബഡി.
Today, ഓക്കെ ഓക്കെ. അപ്പൊ സജന ഗുഡ് മോർണിംഗ് എവരിബഡി എന്ന് ഡോറിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു. അപ്പോ ഷാലിജ, ഇവിടെ സജന വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്, എന്താണെന്ന് പറയാം? സജന അറിയാതെ ഒരു പോയിന്റ്, ഒരു കാര്യം ഇവിടെ വിട്ടുപോയി. നേരത്തെ ഷാജില, യു ആർ റൈറ്റ്. ഞാൻ പറഞ്ഞത് സജന നിൽക്കുന്നത് ഡോറിന്റെ അടുത്താണ്. അപ്പൊ ആദ്യം എന്ത് ചോദിക്കണമായിരുന്നു? മേ ഐ കമിൻ സർ. അത് എന്നോട് ചോദിക്കണല്ല, അത് ഇറ്റ് ഈസ് എ ഷോ. നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ സജന നേരിട്ട് ഇൻട്രൊഡക്ഷനോട് വന്നു. ഞാൻ അതാണ് പറഞ്ഞത്, സജന നിൽക്കുന്ന ഡോറിന്റെ അരികത്താണ്. അവിടെ നിന്ന് അത് ഇമാജിൻ ചെയ്യും. നല്ല സാരിയെ കൊടുത്ത് നല്ല റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നു. കയ്യിലൊരു ഫയലുണ്ട്, അത് നെഞ്ചോടെ അടുക്കി പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് കയറി വരാനായിട്ട് നിൽക്കുന്നു, ഡോറിന്റെ അടുത്ത് നിൽക്കുന്നു. ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഷാജില പറഞ്ഞാണ്, മേ ഐ കമിൻ സർ. അപ്പൊ അകത്തിരിക്കുന്നത് ഞാനാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് പ്ലീസ് കം. ഷജന വന്നു. ഞാൻ പറയാണ് ടേക്ക് യുവർ സീറ്റ്. സജന മറുപടി പറയാം. oh, thank you very much. Thank you so much. താങ്ക് യു. ഇരുന്നു. ഇനി എന്നെ ചോദിക്കുന്നത് യുവർ നെയിം? My name is Sajana Shihab. Sajana Shihab. Sajana, please make an introduction for yourself. My name is Sajana Shihab. I am coming from Kotapadi, Munandot. My house name is Adepra House. My father name is K.S. Sakaria. He is a daily labor. My husband name Shihab AK. He is a driver. My mother name is Leila Sakaria. She is an housewife. She is a housewife. I have 2 daughters. I have only a husband. Father-in-law. My mother-in-law is dead. Yes. I have 2 children. One son and one daughter. Daughter study in 4th standard. Yes. My son study in 7th standard. I am a housewife. Yes. Then my hobbies are reading, writing, etc. Yes, very good. പിന്നെ my experience since working in 1.5 hour in school life. Yes. In my qualification, TTC and computer accounting. Finish. Yes. ലാസ്റ്റ് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ് സർ. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ സജന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് കേട്ടിരിക്കുന്നവർക്ക് തോന്നിയ എന്തെങ്കിലും, അത് അങ്ങനെയല്ല, അതിനകത്ത് ഇന്നതും കൂടി വേണമായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിൻ്റെ അകത്ത് ഇന്ന ഒരു പോയിന്റ് കൂടി വരണമായിരുന്നു, ഇന്നത് കൂടി വരണമായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും തോന്നിയെങ്കിൽ പറയാം. നമ്മുടെ ക്വാളിഫിക്കേഷനും നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും. നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പറഞ്ഞായിരുന്നു. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയണമെന്നുള്ളത്. ഓക്കെ. അപ്പൊ സുജാത അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇനി എന്തെങ്കിലും? സാർ പ്ലസ് ടു പാസ്സാണോ ഫെയിൽഡാണോ, അത് 10 പാസ്സാണോ ഫെയിൽഡാണോ അത് പറയണ്ടേ? പ്ലസ് ടു കഴിഞ്ഞിട്ട് ചില 10 കഴിഞ്ഞിട്ടും TTC എടുക്കുന്നുണ്ട്, പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടും എടുക്കുന്നവരുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പറയാം അവർക്ക്. അല്ലേ?
ഓക്കെ 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 ഓക്കെ, അത് അടുത്തൊരു പോയിന്റ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ശ്രീഫ. ഓക്കെ, ഇനി പഠിച്ചിറങ്ങിയ സ്ഥലം. പഠിച്ച സ്ഥലം പറയാമായിരുന്നു അല്ലേ? ഉം. ഓക്കെ, പിന്നെ ഈ പറയുന്ന എല്ലാം കറക്റ്റ് പോയിന്റുകളുണ്ട്, ഇത് വിട്ട് ഇതൊന്നും തെറ്റല്ല. ഓക്കെ 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 ഓക്കെ, പിന്നെ ഗവൺമെന്റ് സ്കൂളാണോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണോ? അത് ഇപ്പൊ മുൻപന്തിയിൽ നിൽക്കുന്നതല്ല ഇംഗ്ലീഷ് മീഡിയം. അവർക്കൊന്നും കൂടി കൂടുതലായിട്ട് മുൻഗണന ഉണ്ടാവും. ഈ TTC ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണോ എന്ന് ചോദിക്കലുണ്ട്. അപ്പൊ അത് പറയുമ്പോ ഒന്നുകൂടി അങ്ങനെ പറയായിരുന്നു തോന്നി. അങ്ങനെ പറയായിരുന്നു തോന്നി. ഓക്കെ 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 ഓക്കെ, ഇനി എന്താണ് അടുത്ത പോയിന്റ് ആർക്കെങ്കിലും? സർ ഹോബീസ്, പിന്നെ എന്തോ അവരുടെ ഹോബീസ്. ഹോബീസ് എന്നുള്ള സംഭവം പറഞ്ഞായിരുന്നു, ഹോബീസ് പറഞ്ഞിരുന്നു ഇല്ലേ സജന? പറഞ്ഞു. ഹോബീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞവർക്ക് നന്ദി, അതുകൂടെ ഉൾപ്പെടുത്താം. ഇതോ ബാക്കി ഡീറ്റെയിൽസ് അവരൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ്, അതുകൊണ്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അത് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും മറന്നു പോകില്ല. ഇവരാരും സജനെ കുറ്റം പറഞ്ഞില്ല. സജനോട് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇത്രയും പറഞ്ഞില്ലേ, അത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം കഴിവാണത്. അത്രയും പറഞ്ഞില്ല, ഒരു തെറ്റും കൂടാണ്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ. ശങ്കുറപ്പോട് കൂടിയിട്ട് അപ്പൊ എന്തിലുള്ള പോരായ്മകൾ എന്തൊക്കെയാ എനിക്ക് പറയാൻ പറ്റാതിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സാർ, അത് വലിയൊരു കാര്യല്ലേ. വലിയ കാര്യം. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഓർഡർ ഉണ്ട്. മറ്റേ ഞാൻ ആ ഓർഡറിൽ നമ്മൾ ആദ്യം നമ്മളെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് പറയാം, അത് കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടന്നാൽ മതി. അപ്പോ എനിക്കത് തോന്നിയെന്ന് പറഞ്ഞാല് സജനെ കുറിച്ച് പറഞ്ഞു വന്നത് ലാസ്റ്റ് ആയപ്പോഴാണ്. അത് ആദ്യം പറയാം. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും സമയത്ത് സജന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്കൂളിലെ ടോപ്പ് സ്കോറർ ആയിരുന്നെങ്കിൽ അത് പറയണം. ഐ വാസ് ദ ടോപ്പ് സ്കോറർ ഇൻ അവർ സ്കൂൾ ഡ്യൂറിംഗ് ദ പീരീഡ് 1920 അങ്ങനെ നമ്മൾ ഇന്നതാണ് എന്ന് അങ്ങോട്ട് പറയണം. അപ്പൊ അവർക്ക് മനസ്സിലാവും, അതല്ലാതെ സജന ടോപ്പ് സ്കോറർ ആയിരുന്നത് അവരെങ്ങനെ അറിയും? അപ്പൊ ഏതെങ്കിലും ഒരു സംഗതിയിൽ നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ അത് അറിയണം. അപ്പൊ ഐ ആം എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട, അത് നമുക്കൊന്നും ഭംഗി പറയാം. ഐ ആം കോൺഫിഡന്റ് ഇൻ ഹാൻഡിലിംഗ്. സാർ ഒരു കാര്യം, സാർ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പൊ മക്കളൊക്കെ +2 ചേർക്കാൻ പോയപ്പോ, +1 അപേക്ഷിക്കാൻ പോയപ്പോ അവര് ചോദിക്ക് NSSന്റെ ആണോ അങ്ങനെ എന്തെങ്കിലും ഇത് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ആ സർട്ടിഫിക്കറ്റിൽ അവിടെ കാണിക്കണമെന്ന്. അപ്പൊ ഇതിൽ ചേർന്ന കുട്ടികൾക്കാണ് ഒന്നുകൂടി മുൻഗണന ഉണ്ടാവലുണ്ട്. സ്കൂളിലൊക്കെ ചേർക്കാൻ പോയപ്പോ എനിക്ക് ഒരു അനുഭവം ഉണ്ടായതാണ്. 2 മക്കളെ ചേർക്കാൻ പോയപ്പോ റെഡ് ക്രോസ് അപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് തോന്നി, അവിടുന്ന് സാറന്മാര് പറഞ്ഞു അത് എന്തായാലും അവിടെ കാണിക്കണം, രേഖ കാണിക്കണം. അപ്പൊ അവർക്ക് ഒന്നുകൂടി മുൻഗണന ഉണ്ടാവും. ആ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടിയാണോ NSSല് അവിടെ ജോയിൻ ചെയ്ത കുട്ടിയാണോ എന്നൊക്കെ അവിടെ കാണിക്കുമ്പോ അവർക്ക് ഒന്നുകൂടി ആ സ്കൂളിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അത് വരുന്നത് ഓരോ റാങ്കിൽ വരുന്ന അല്ലെങ്കിൽ ഓരോ സെലക്ഷൻ മാർക്കിൽ വരുന്ന പല കുട്ടികൾ വരുമ്പോൾ ഈ വക പരിഗണന അവരെടുക്കും. അതിൽ ആദ്യം ആരെ സെലക്ട് ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാല് ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും, ഈ കുറച്ചുകൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, NSSല് ഉണ്ടായിരുന്ന കുട്ടികളാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സ്ട്രാ മാർക്ക് കൂടി കിട്ടുമ്പോൾ അവരും കൂടെ അഡ്മിഷനോട്ട് കയറി വരും. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയണമായി. അത് ഒരു പോയിന്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ സ്പോർട്സിലായിരിക്കും, ചിലപ്പോൾ ആർട്സിലായിരിക്കും, ചില കലാപരമായിട്ടായിരിക്കും. അങ്ങനെ കൂടെ എന്തെങ്കിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു അവാർഡോ അതെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു എന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇന്നിപ്പോ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്, സൂചിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ മേക്ക് എ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സെൽഫ്. നിങ്ങൾ എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ സ്വയം തയ്യാറാക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് വരേണ്ട പോയിന്റ്, ഞാൻ ആരാണ്, ഞാൻ എവിടം വരെ പഠിച്ചു. ഞാനിപ്പോ അത് മലയാളത്തിൽ പറയണം. ഞാൻ എവിടം വരെ പഠിച്ചു, എന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്,
എടുത്തു പറയത്തക്ക ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അത് നമുക്ക് പറയാം. വേണമെങ്കിൽ ഞാൻ എവിടെയാണ് പഠിച്ചത്, ഏത് വർഷമാണ് പഠിച്ചത്, ഇനി ഇതിൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് പറയാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു അതും പറയാം. എക്സ്പീരിയൻസ് ചിലപ്പോൾ 2 വർഷം ഉണ്ടാവാം പഠിപ്പിച്ചത്, ഇപ്പോ അതിനുശേഷം പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഐ ആം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടന്റ് ഇൻ എ കമ്പനി, അങ്ങനെയാണെങ്കിൽ അത് പറയാം. അപ്പൊ അറ്റ് പ്രസന്റ് വാട്ട് യു ആർ ഡൂയിങ്. അപ്പൊ അത് വളരെയധികം നല്ല, കാരണം വെറുതെ ഇരിക്കല്ല, എപ്പോഴും ആള് വർക്കിംഗ് ആണ് എന്ന് പറയുന്നത് തോന്നലുണ്ടാവും. യെസ്. അപ്പോൾ ആ ഒരു കാര്യം നോക്കാം. വാട്ട് ഈസ് ഡൂയിങ് നൗ. അപ്പൊ ഇത്രയൊക്കെ പോയിന്റുകൾ വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുടുംബ സിറ്റുവേഷനിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങളെ കുറിച്ചുള്ള ഇന്റർവ്യൂ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേണം. അത് കഴിയുമ്പോൾ തന്നെ അവർക്ക് പറയാൻ തോന്നണം, ഇനി ബാക്കി നിൽക്കുന്ന എല്ലാ കുട്ടികളെയും പറഞ്ഞു വിട്ടേലും ഇതിനും മതി എന്ന് പറയാൻ തോന്നണം. അതേപോലെ ഇരിക്കുന്ന പെർഫോമൻസ്. അപ്പോ അത് നിങ്ങളുടെ മുന്നിലേക്ക് തട്ടിയിടുന്ന ഒരു പന്താണത്. ഏത് മേക്ക് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സ് എന്നുള്ളത്. അപ്പൊ അത് വളരെ രസകരമായിട്ടും തന്മയത്വത്തോടു കൂടിയിട്ടും നിങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള മതിപ്പ് അങ്ങോട്ട് കൂടും. അപ്പൊ അത് നിങ്ങളുടെ ഇന്റർവ്യൂവിലുള്ള വിജയത്തിന് അത് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ we will meet in the next class next time. Okay, bye. Okay, thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Okay. Right, sir.